1995 കാലഘട്ടം. കുഴൽമന്നം സർക്കിൾ ഓഫീസിൻ്റെ പരിധിയിൽ വരുന്നതാണ് മങ്കര പോലീസ് സ്റ്റേഷൻ. അവിടെ നിന്നൊരു 10-20 കിലോമീറ്റർ ദൂരെയാണ് ആ സ്റ്റേഷനുള്ളത്. മങ്കര പോലീസ് സ്റ്റേഷനിൽ ഒരു റോബറി കേസ് റിപ്പോർട്ടായെന്ന് രാവിലെ തന്നെ വിവരം കിട്ടി. വേഗം മങ്കരയ്ക്ക് പുറപ്പെട്ടു. അവിടെ ചെല്ലുമ്പോൾ സ്റ്റേഷനടുത്ത് തന്നെയാണ് ഒരു വീട്ടിൽ ഒരു വൃദ്ധ ദമ്പതികളെ കെട്ടിയിട്ടിട്ട് 35 പവൻ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയി കള്ളന്മാർ. അതിനവിടെ സ്റ്റേഷനിൽ FIR രജിസ്റ്ററിൻ്റെ കോപ്പിയും വാങ്ങി സ്ഥലത്ത് പോയി. വീടും പരിസരമൊക്കെ വീക്ഷിച്ച് നിൽക്കുമ്പോൾ തന്നെ DYSPയും SP ഒക്കെ സ്ഥലത്ത് വന്നു. ആ വൃദ്ധ ദമ്പതികൾക്ക് അവരാകെ ഭയന്നു പോയിരുന്നു. അവർക്ക് ഈ കള്ളന്മാർ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിൽ കത്തി കൊണ്ട് ചെറിയ മുറിവ് മുഖത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടൊക്കെ ഉണ്ടാക്കി. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ സ്റ്റേഷൻ അതിർത്തിയിൽ അവരുടെ വിവരണത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അവിടുത്തെ ലോക്കൽ ആളുകളായിരിക്കും. കാരണം അവർ പറയുന്നുണ്ട് എനിക്ക് കണ്ട് പരിചയമുള്ള ആളുകളാണെന്ന് തോന്നുന്നു എന്ന് അവരൊരു വാക്ക് പറഞ്ഞു. അപ്പം വെളിയിൽ നിന്ന് ആരും പ്രൊഫഷണൽ മോഷ്ടാക്കളല്ല നടത്തിയെന്ന് നോക്കിയപ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യും. എന്തായാലും സ്റ്റേഷൻ അതിർത്തിയിലുള്ള ക്രിമിനലുകളെയും കള്ളന്മാരുടെയൊക്കെ ലിസ്റ്റ് എടുത്തിട്ട് അവരെല്ലാം വെരിഫൈ ചെയ്യാനായിട്ട് ആളുകളെ അയക്കാനുള്ള എല്ലാ ഏർപ്പാടുമൊക്കെ ചെയ്തു. ഫിംഗർ പ്രിൻറ്റുകാരും എല്ലാം ഡോഗ് സ്ക്വാഡ് എല്ലാവരും വന്നു. അന്വേഷണം തകൃതിയായിട്ടൊക്കെ നടത്തും. ഈ റോബറി കേസായതുകൊണ്ട് അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് അന്വേഷിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കണ്ടമാനം പോലീസുകാരെയൊക്കെ പല സ്ഥലങ്ങളിലേക്ക് അയച്ച് വിവരങ്ങൾ ശേഖരിക്കാനും എല്ലാത്തിനൊക്കെ അയച്ച് വൈകുന്നേരം വരെ ഭയങ്കര ജോലിയായിരുന്നു, ക്ഷീണമായിരുന്നു. വൈകുന്നേരം സ്റ്റേഷനിൽ വന്ന് ഒന്ന് ഇരുന്നപ്പോഴാണ് പഴയ ഒരു അടിപിടി കേസിലെ പ്രതി ഒരു കുട്ടനെന്നൊരാളെ പോലീസുകാരൻ കൊണ്ടുവന്ന് മുമ്പ് നിർത്തി. ആകെ ക്ഷീണിച്ച് ദേഷ്യം വന്നിരിക്കുകയായിരുന്നു. ഇവനെ കൊണ്ടുവന്ന് പറഞ്ഞ കസേരയിൽ ചാടി എണീറ്റ് ആരടാന്ന് ചോദിച്ചത് ഇവൻ അയ്യോ എന്നൊരു വിളിച്ച് ഒരുമിച്ചായിരുന്നു. സ്റ്റേഷന് പുറത്ത് വന്നവരും സ്റ്റേഷനുള്ളവരും എല്ലാം പേടിച്ച് എന്താണ് സംഭവിക്കുന്നത് അറിയാനായിട്ട് മുറിക്കകത്ത് നോക്കി. അപ്പോൾ അവൻ മൂത്രമൊഴിച്ചോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും അവനെ അങ്ങ് കൊണ്ടിട്ടാരെ, നാളെ ഞാൻ വന്നിട്ട് ചോദിക്കാം, ഇന്നെനിക്ക് വയ്യ ക്ഷീണമെന്ന് പറഞ്ഞിട്ട് അന്ന് അങ്ങോട്ടൊന്ന് പോരുകയും ചെയ്തു. രാത്രി വന്നിട്ടും അത് ആ കേസിനെ കുറിച്ച് തന്നെ ചിന്ത, എങ്കിലും പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ വീണ്ടും സ്റ്റേഷനിലെത്തി. SI എടുത്ത് തലേദിവസം അന്വേഷണങ്ങളുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. അന്ന് അയക്കേണ്ട പോലീസുകാരെ അയക്കേണ്ടതിനൊക്കെ നിർദ്ദേശങ്ങളൊക്കെ നൽകി അങ്ങിരുന്ന് ഒരു ചായ കുടിക്കുമ്പോഴാണ് ഓർമ്മ വന്നത്. തലേദിവസം കൊണ്ടുവന്നൊരു കുട്ടനെന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, ഞാനവിടെ കുട്ടനെന്നൊരാളെ നിർത്തിയിരുന്നു, അവനെങ്ങും കൊണ്ടുപോവാ. ഒരു പോലീസുകാരൻ കുട്ടനെയായിട്ട് എൻ്റെ മുമ്പിൽ വന്നു. തൊഴുതുകൊണ്ട് തന്നെയാണ് അവൻ വന്നത്. സാറേ, എന്നെ അടിക്കരുത്, ഞാൻ മോഷ്ടിച്ചിട്ടൊന്നുമില്ല, ഞാനൊരാളെ കൊന്നിട്ടുണ്ട്. എപ്പോൾ? അതൊരു 10-15 വർഷമായി. എന്നെ ആരും പോലീസൊന്നും പിടിച്ചിട്ടുമില്ല. നീ ഒറ്റയ്ക്കാണോ? അല്ല, എൻ്റെ അളിയൻ ഗോപാലൻ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അത് ചെയ്തത്. ആരെ? അതൊരു ഗോമതി അമ്മ എന്ന് പറഞ്ഞ സ്ത്രീയാണ്. എന്തിനാണ്? എന്താണോ സംഭവം പറയേ? അത് ഗോമതി അമ്മ ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്തെ ഗോപിനാഥൻ സാറ് വില്ലേജ് അധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ രാജലക്ഷ്മി, അവർക്ക് 3 മക്കൾ. ആ പെൺമക്കൾ വളർന്നു വന്നപ്പോൾ വിവാഹാലോചനകൾ വന്നു. ഈ രാജലക്ഷ്മിയാണെങ്കിൽ ഭയങ്കര സ്വത്തിന് അവകാശിയാണ്. പക്ഷെ അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് അവരുടെ അമ്മ ഗോമതി അമ്മ എന്ന് പറയുന്ന സ്ത്രീയാണ്. അവരൊരു വലിയൊരു വീടിനകത്ത്, ഒരു കോമ്പൗണ്ടിനകത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നു. വരുന്ന പണമെല്ലാം അവർ തന്നെ കൃഷിയുടെ ആദായം എല്ലാം എടുത്ത് കഴിയുന്നു. ഈ പെൺമക്കളുടെ വിവാഹത്തിന് ആവശ്യത്തിന് വേണ്ടി ഇത്തിരി പണം ചോദിച്ചപ്പോൾ അവർ കൈമലർത്തി, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപിനാഥൻ സാറും ഭാര്യയും കൂടെ തീരുമാനിച്ചു, അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ മക്കളെ കല്യാണം നടത്താൻ പറ്റുമെന്ന് തോന്നില്ല.
അതുകൊണ്ട് അമ്മ ഒഴിവാക്കുന്നതാണ് നല്ലത്, എന്നാലേ നടക്കൂ. രണ്ടുപേരും കൂടെ അങ്ങ് തീരുമാനിച്ചു. അതിന് ചുമതലപ്പെടുത്തിയത് എന്നെയും എൻ്റെ അളിയനെയും. ഞങ്ങൾ അവരുടെ വിശ്വസ്ത പണിക്കാരനായിരുന്നു. അവരുടെ സങ്കടം കേട്ടപ്പോൾ ഞങ്ങളും അങ്ങ് സമ്മതിച്ചു, ഞങ്ങളും അത് ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെ അന്ന് കള്ളു കുടിക്കാനുള്ള പണമൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ രാത്രി പോകുന്ന വഴിക്ക് ഒരു കള്ള് ഷാപ്പുണ്ട്, അവിടെ കയറിയിരുന്ന് നല്ലവണ്ണം കള്ളു കുടിച്ചു. രാത്രി ആവോളം 10-12 മണിയാവുന്നവരെ അവിടെ ഇരുന്നു. അവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ നടന്ന് വേണം പോകാൻ, ഇടവലങ്ങം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ചെന്ന് രാത്രി പതുക്കെ വാതിലിൽ മുട്ടി. ഞാൻ മകൾ പറഞ്ഞയച്ചിട്ട് വരികയാണ്. ശ്രീദേവി അമ്മ പറഞ്ഞ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്. ഈ സ്ത്രീ നമ്മളെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വാതിൽ തുറന്നു. ഒരു വിളക്കുമായിട്ടാണ് വന്ന് വാതിൽ തുറന്നു. ഒരു സുന്ദരിയായ ഒരു സ്ത്രീ, നല്ല വെളുത്ത്, നല്ല വസ്ത്രധാരണം ചെയ്ത് വിളക്കുമായിട്ട് വന്ന് വാതിൽക്കൽ നിന്നപ്പോഴേ അവർക്കൊരു ആട്ടം. എന്തായാലും ഇവർ ചാടിക്ക് മുറിക്കകത്ത് കയറി അവരെ വാ പൊത്തിപ്പിടിച്ചു, അവരെ തറയിൽ തള്ളിയിട്ടു, അവരെ കഴുത്ത് ഞെരിച്ചു. അത് ഗോപാലൻ കൂടെ പടയാതിരിക്കാൻ വേണ്ടി അവനും കൂടെ അവരുടെ കാലിലൊക്കെ പിടിച്ചു. എന്തായാലും ആ ശ്വാസം നിലയ്ക്കോളം അവർ രണ്ടുപേരും അവരുടെ പുറത്ത് തന്നെ കയറിയിരുന്നു. അവർ മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കി രണ്ടുപേരും എണീറ്റു. അവർ ഈ പിടിവലി കൂടിയതിൻ്റെ കാരണം അവരുടെ വസ്ത്രങ്ങളെല്ലാം മാറിയാണ് കിടന്നത്. അത് കഴിഞ്ഞ് അവർ കൂടുതലാരും നോക്കി നിന്നില്ല. അവർ പതുക്കെ മെല്ലെ പുറത്തിറങ്ങി പോരുകയും ചെയ്തു. നാട്ടുകാരെ രാവിലെ വിവരം അറിഞ്ഞ്, ഈ ബോബി ഭാര്യയ്ക്കും ആരോ ചെന്ന് വിവരം പറഞ്ഞു, ഇങ്ങനെ അമ്മ ഇങ്ങനെ കിടക്കുകയാണ്. അവർ ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ അവിടെ ചെന്നപ്പോഴാണ് അമ്മ മരിച്ചു കിടക്കുന്നു. വസ്ത്രങ്ങളൊക്കെ മാറിക്കിടക്കുന്നതുകൊണ്ട് ആരോ കള്ളന്മാർ ബലാത്സംഗം ചെയ്തിട്ടുണ്ടാവും എന്നൊരു ധാരണ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അവിടെ വന്ന ബന്ധുക്കൾക്കും തോന്നി. അപ്പോൾ ഗോപിനാഥൻ തന്നെ പറഞ്ഞു, ഇനി അത് നാട്ടുകാരെയൊക്കെ അറിയിച്ച് നാണം കെടുക്കുന്ന, അപ്പോൾ അത് പോലീസിനെയൊക്കെ അറിയിച്ച് അത് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരെ പെട്ടെന്ന് അങ്ങ് നമ്മൾ കർമ്മങ്ങളൊക്കെ നടത്തി ദഹിപ്പിച്ചളെ. ബന്ധുക്കളൊക്കെ ആലോചിച്ചപ്പം മതി, ഇനിയത് വയസ്സായ ആളല്ലേ, ഇനിയിപ്പം അവരായിട്ട് കീറി മുറിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് അവരും എല്ലാവരും കൂടെ തീരുമാനിച്ച് അങ്ങനെ ഗോപിനാഥൻ തന്നെ മുൻകൈ എടുത്ത് ദഹിപ്പിക്കാനുള്ള ഏർപ്പാടുകളുണ്ടാക്കി. പക്ഷെ അന്നത്തെ അവിടുത്തെ പാലക്കാടുള്ള നാട്ടു നടപ്പനുസരിച്ച് മൃതദേഹം കുഴിച്ചു മൂടുകയാണ് പതിവ്. അതിന് വിപരീതമായി ഗോപിനാഥൻ തന്നെ മറവ് ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ ഉണ്ടാക്കി. അങ്ങനെ കുഴിയൊക്കെ ദഹിപ്പിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവർ മൃതദേഹം കുളിപ്പിച്ച് കട്ടിലിൽ കിടത്തി. തൊട്ടടുത്ത് മകൾ അവിടെ ഇരുന്ന് കരയാൻ കൂടെ അടുത്ത് വരുന്നു. ഇവരുടെ ദേഹം മുഴുക്ക പുതപ്പിച്ചിരുന്നു. കഴുത്തോളം വെള്ളമുണ്ട് പുതപ്പിച്ച് വെച്ചിട്ട് അതിൽ തന്നെ പിടിച്ച് കൊണ്ട് ഈ ശ്രീദേവി അമ്മയുടെ അടുത്ത് കരഞ്ഞിരുന്നു. ഒരു 2 മണിയായപ്പോഴാണ് ഈ മരിച്ച സ്ത്രീയുടെ ജ്യേഷ്ഠത്തിയുടെ മകൾ, ഒരു രാധികയുണ്ട്, അവർ വന്നു. അവർ കരഞ്ഞുകൊണ്ട് വന്ന് എൻ്റെ അമ്മ പോയേന്ന് പറഞ്ഞ് അവരുടെ ദേഹത്തൂടെ കമന്ന് വീണപ്പോൾ എന്ത് പറ്റി, ആ മൂടിയിരുന്ന ആ മുണ്ട് താഴ്ത്തി മാറിയപ്പോഴാണ് അവർ നോക്കിയപ്പോൾ കഴുത്തിൽ നഖത്തിൻ്റെ പാടുകൾ. എൻ്റെ അമ്മ ആരോ കൊന്നതാണ് എന്ന് പറഞ്ഞ് അവരങ്ങ് നിലവിളി തുടങ്ങി. ആളുകൾ വന്ന് നോക്കുമ്പം ആ വെളുത്ത ശരീരത്തിൽ നഖത്തിൻ്റെ പാടുകൾ മുഖത്തുമൊക്കെ. അപ്പോൾ ഒരു കൊലപാതകമാണ്. അപ്പോൾ ഇത് കാണാതിരിക്കാനാണ് ആ ശ്രീദേവി ആ തുണി മൂടിയിട്ടിരുന്നതാണെന്ന് ആളുകൾക്ക് മനസ്സിലായി. എല്ലാവരും അവരെ തന്നെ നോക്കി. അവർ പെട്ടെന്ന് കുഴഞ്ഞങ്ങ് വീഴുകയും ചെയ്തു. എല്ലാവരും കൂടെ പറഞ്ഞു അത് പോലീസിനെ അറിയിക്കണം, ഇനി പോലീസ് അറിയിച്ചിട്ട് നടപടികൾ സ്വീകരിച്ചിട്ട് മറവ് ചെയ്താൽ മതി. അപ്പോൾ ആര് പോകും? മരുമകൻ തന്നെ പോട്ടെ, അവരുടെ മകളുടെ ഭർത്താവല്ലേ. അങ്ങനെ ഗോപിനാഥൻ തന്നെ സ്റ്റേഷനിൽ ചെന്ന് വിവരം പറഞ്ഞു. FI മൊഴി രേഖപ്പെടുത്തി കേസെടുത്തു. 1983 കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നു. അന്വേഷണത്തിനായി പോലീസ് വന്നു. ഈ
വീട്ടമ്മയെ കൊന്നതുകൊണ്ടും അതൊരു അവരുടെ പ്രബല സമുദായക്കാരായതുകൊണ്ടുമൊക്കെ DYSPയും SP ഒക്കെ നിരന്തരം അവിടെ വന്ന് അന്വേഷണങ്ങളൊക്കെ നടത്തി. പക്ഷെ അവർക്കാർക്കും ഒരു സൂചനയും ലഭിച്ചില്ലായിരുന്നു. ആ കേസാണ് ഈ കുട്ടൻ പറയുന്നത്. അപ്പോൾ അവനോട് വിവരമെല്ലാം ചോദിച്ചു, അതെല്ലാം മൊഴി രേഖപ്പെടുത്തി വെച്ചു. ഗോപാലൻ അളിയനെ ചോദിച്ച് പ്രത്യേകം മൊഴി രേഖപ്പെടുത്തി. അവർ രണ്ടുപേരും ഒരേ രീതിയിൽ പറഞ്ഞു. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ സ്റ്റേഷനിൽ, കുഴൽമന്ദം സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 12/7/1981 വെച്ച് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIR ഇൻഡെക്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ കേസ് ഫയൽ അവിടെ കാണാനില്ല. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ FIR ഇൻഡെക്സിൽ തന്നെ താഴെ എഴുതിയിട്ടുണ്ട്, 1 വർഷം കഴിഞ്ഞപ്പം ട്രാൻസ്ഫേർഡ് ടു ക്രൈം ഡിറ്റാച്ച്മെൻറ്റ് പാലക്കാട്. അതായത് 1 വർഷം അന്വേഷിച്ചിട്ടും ഈ കേസ് തെളിയാത്തതുകൊണ്ട് ക്രൈം ഡിറ്റാച്ച്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്രൈം ഡിറ്റാച്ച്മെൻറ്റിൽ അന്വേഷണം നടത്തിയപ്പോൾ അവർ 1 വർഷം കൂടി കേസ് അന്വേഷിച്ചു. അതിനുശേഷം കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത് ഇത് തെളിയാത്ത കേസുകളുടെ പട്ടികപ്പെടുത്തി. ആ കേസ് ഫയൽ അലക്ഷ്യമായ ക്രൈം ഡിറ്റാച്ച്മെൻറ്റ് ഓഫീസിൽ സൂക്ഷിച്ചിരുന്നു. മഴ നനഞ്ഞ് കുറേ ഫയലുകളൊക്കെ നഷ്ടമായ കൂട്ടത്തിൽ ഈ കേസ് ഫയൽ നഷ്ടമായി. അപ്പോൾ റെക്കോർഡ് കേസ് ഫയലൊന്നും കിട്ടിയില്ല എങ്കിലും ഈ FIRൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണങ്ങൾ നടത്തി 3-4 പേരെ ചോദ്യം ചെയ്തു, റിമാൻഡ് ചെയ്തു. ഇവരെ 3 പേരെയും, ഗോപിനാഥനെയും കുട്ടനെയും ഗോപാലിനെയും കോടതിയിൽ റിമാൻഡ് ചെയ്തു. അതിന് റിമാൻഡ് ചെയ്യാനൊരു ചെറിയ തെളിവ് നമുക്ക് ഉണ്ടായിരുന്നു. ചാലക്കുടി കോടതിയിലാണ് FIR ഒക്കെ അയക്കുന്നത്, അതിൻ്റെ ഒറിജിനലൊക്കെ കോടതിയിലയക്കും. ചാലക്കുടി കോടതിയിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവിടെ ഒരു പ്രശ്നം. ഈ കേസ് 5 വർഷം തെളിയാതിരുന്നതെന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5 വർഷത്തിൽ കൂടുതൽ CD ഫയൽ സൂക്ഷിക്കില്ല, നശിപ്പിച്ച് കളയും. അങ്ങനെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് അവർ മുകളിലത്തെ കോടതികളിലൊക്കെ റിപ്പോർട്ട് അവർ അയക്കുകയും ചെയ്യും. 5 വർഷം കഴിഞ്ഞ ഫയലുകൾ അക്കൂട്ടത്തിൽ ഈ ഫയലും പെട്ടെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ആ CD ഫയൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഈ ഗോമതിയമ്മ മരിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ആ കഴുത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ അത് കൈപ്പറ്റാനായിട്ട് ഈ ഗോപിനാഥൻ ചെല്ലാൻ ഇത്തിരി വൈകി. കാരണം റെക്കോർഡുകൾ ശരിയാക്കാനുള്ളതുകൊണ്ട്. മകള് സുഖമില്ലാതെ കിടപ്പാണ്, മരുമകൻ പോകണമെങ്കിൽ അതിനുള്ള റെക്കോർഡ് അങ്ങനെ അല്പം വൈകിയുണ്ട്. ഈ CD ഫയൽ എടുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ CD ഫയൽ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് പറ്റി, കോടതിക്ക് അത് തരാൻ നിവർത്തിയില്ല. മുകളിലോട്ടൊക്കെ റിപ്പോർട്ട് അയച്ചു പോയി, ഈ ഫയൽ നശിപ്പിച്ചു വന്നു. പിന്നെ ഓഫീസിലെ സ്റ്റാഫിനെയൊക്കെ കാല് പിടിച്ച് വല്ലതിനെയും അതിൻ്റെ കോപ്പികൾ കോടതിയുടെ സീലൊക്കെ മറച്ച് വെച്ചിട്ട് അതിൻ്റെ കോപ്പി കിട്ടി. അപ്പോൾ FIR മാസ്റ്ററൊക്കെ അതിൻ്റെ കോപ്പി എടുത്ത്, അന്ന് ഫോട്ടോ കോപ്പി ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ കാലത്താനൊന്നും ഫോട്ടോ കോപ്പി എടുക്കാനുള്ള സംവിധാനങ്ങളില്ലായിരുന്നു. പക്ഷേ ഈ സമയത്ത് അതിനുള്ള ഇതുണ്ടായിരുന്നു. കോടതിയുടെ അവിടെ നിന്ന് തന്നെ ആ രഹസ്യമായിട്ട് അവർ തന്നതനുസരിച്ച് അതിൻ്റെ ഇത് റെക്കോർഡൊക്കെ വാങ്ങിച്ചു. ഇത് വെച്ചിട്ടാണ് റിമാൻഡ് ചെയ്തത്. ആ പ്രതികൾ അവിടെ ജയിലിനകത്ത് പോവുകയും ചെയ്തു. അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് പത്രങ്ങളെല്ലാം വലിയ ന്യൂസ് വന്നു. ഇതിങ്ങനെ 11 വർഷത്തിന് മുമ്പ് നടന്ന കൊലപാതകം ഇങ്ങനെ കുഴൽമന്ദം തെളിയിച്ചിരിക്കുന്നു. വലിയ വാർത്ത വന്നപ്പോഴാണ് അന്നത്തെ DIG ചാലി സാറ് എൻ്റെ വിളിച്ചു, കുഴൽമന്ദം അല്ലേ, ഇതെങ്ങനെ കിട്ടി ഇതിൽ ഈ കേസിലെ പ്രതിയെ? ഞാനന്ന് അവിടെ SP ആയിരുന്നപ്പോൾ ഞങ്ങൾ നല്ലവണ്ണം നോക്കിയതാണ്. ഒരു ക്ലൂവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കതെങ്ങനെ കിട്ടി? അതിങ്ങനെ ഒരു റോബറി കേസ് അന്വേഷിച്ച കൂട്ടത്തിൽ ഇങ്ങനെ വന്ന് കിട്ടിയതാണ് സാർ. എനിവേ കൺഗ്രാജുലേഷൻ, അദ്ദേഹത്തിൻ്റെ അഭിനന്ദനം. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥലത്ത് നിന്ന് അന്വേഷിക്കുന്നതോടൊപ്പം അന്നത്തെ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് അന്നേ ഈ ഗോപിനാഥന് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അയാളെ കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ വിവസ്ത്രയായിട്ടാണ് കിടന്നത്. അപ്പം റേപ്പ് നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ
മരുമകനെ ആ കാര്യത്തെ സംശയിക്കാനാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ അയാളെ ഒഴിവാക്കിയത്. പക്ഷേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഒരു DYSP പറഞ്ഞു. കാരണം അത് അന്ന് മൃതദേഹം മറവ് ചെയ്യുന്ന രീതി വേറെയായിരുന്നു. അപ്പോൾ ഇയാൾ പക്ഷേ അതിന് പകരം ദഹിപ്പിക്കാനുള്ള ഏർപ്പാടുകളാണ് ഉണ്ടാക്കിയത്. അപ്പോഴെനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അന്ന് അയാൾ രക്ഷപ്പെട്ടു. എന്തായാലും കേസിൻ്റെ അന്വേഷണമൊക്കെ പൂർത്തിയാക്കി കോടതിക്ക് ചാർജ് കൊടുത്തു. ലഭ്യമായ തെളിവുകൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനിടയ്ക്കൊരു മാപ്പ് സാക്ഷിയാക്കാൻ ഒരാളെ ഗോപാലനെ ആക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയപ്പോൾ ഒരു വക്കീൽ അബദ്ധത്തെ അവിടെ വന്ന് ചാടി. അയാൾ ആ രഹസ്യം പൊട്ടിച്ച് അതിനെ കുഴച്ച് കളഞ്ഞു. അപ്പോൾ അതും ഇല്ല. അപ്പോൾ ഇത്രയ്ക്ക് എവിഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും കോടതിയിൽ ചാർജ് കൊടുത്തു. ട്രയലിന് വന്നപ്പം കോടതിക്ക് ഭയങ്കര ഒരു അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു. ഈ 11 വർഷം മുമ്പ് നടന്ന മർഡർ കേസ് തെളിഞ്ഞല്ലോ. പക്ഷെ എന്ത് ചെയ്യാം, തെളിവുകൾ റെക്കോർഡുകളില്ല. റെക്കോർഡിക്കലായിട്ടുള്ള തെളിവുകളില്ലാതെ പ്രതികളെ ശിക്ഷിക്കാനൊക്കത്തില്ല. അപ്പം റെക്കോർഡിക്കലായിട്ടുള്ള തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വെറുതെ വിടും. പക്ഷേ ഇത്രയും വർഷം പഴക്കമുള്ള ഒരു മർഡർ കേസ് തെളിയിക്കാൻ ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കാണിച്ച ആ താല്പര്യം അത് അഭിനന്ദനീയമാണ്. കോടതിയുടെ വേർഷൻ ഇങ്ങനെയായിരുന്നു. കോടതിക്ക് അത് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ ആ അന്വേഷണവും. പക്ഷേ റെക്കോർഡില്ലാത്ത ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ആ കേസ് അങ്ങനെ അവസാനിച്ചു. നാലുപാട് നിന്നും അഭിനന്ദനങ്ങൾ കിട്ടി. സന്തോഷമായി. 11 വർഷം മുമ്പ് നടന്ന തെളിയിക്കാതെ കിടന്ന ആ കേസ് തെളിയിച്ചതിന്. ഇനി ഞാൻ തുടക്കം പറയണമല്ലോ. തുടക്കം നമ്മൾ റോബറി കേസിലാണ് പോയത്. മങ്കരയുള്ള റോബറി കേസിൽ അന്വേഷണവും ഇതിനിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 6 പ്രതികളെ അറസ്റ്റ് ചെയ്തു. സ്ഥലവാസികൾ തന്നെ, ഒരു 4 ചെറുപ്പക്കാർ. അവർക്കൊരു രസം, ചുമ്മാ ഈ വീട്ടിൽ ഇത്തിരി പണം കാണുമല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ കയറിയതാണ്. മുഖംമൂടിയൊക്കെ വെച്ച് കയറിയതാണ്. അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതോടൊപ്പം അവർ ചെയ്ത 4 റോബറി കേസുകൾ. കാരണം അവർ 4-5 പേരായിട്ട് അങ്ങ് സെക്കൻഡ് ഷോ സിനിമയ്ക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഒഴിഞ്ഞ ഏതെങ്കിലും വീട് കണ്ടാൽ അങ്ങ് കയറി അവർ ഉപദ്രവിച്ചിട്ടായാലും ഇല്ലെങ്കിലും അവിടെ കിട്ടുന്ന സ്വർണം പഠിച്ച് പറിച്ചോണ്ട് കിട്ടുന്നത് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ 4 റോബറി കേസ് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 5 റോബറി കേസുകളും ഈ മർഡർ കേസും ഒരുമിച്ച് തെളിയിക്കാൻ കഴിയും. അഭിമാനകരമായ നേട്ടം. എല്ലാ ഭാഗത്തു നിന്നും അഭിനന്ദനം. ഇന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന കേസുകളിൽ ഒരെണ്ണമായി ഈ കേസ്. വാദി തന്നെ പ്രതിയായ ഈ കേസ് അവസാനിപ്പിക്കും.